വർണ്ണങ്ങൾ നൂറതിൽ കറുപ്പിനാണ് പേര്, ചുവപ്പിനാണ് വീറ് മണ്ണിൽ വാഴുവാൻ പോലെ. ഒട്ടതായി വിറപ്പലും കറുത്തതിൽ വെറുപ്പ്, പെട്ടതായി മലത്തിലും നിറങ്ങളാൽ വേർതിരിവ് മണ്ണിൽ മയങ്ങും. നിങ്ങൾ ഈ പാട്ട് കേട്ടോ? ഈ പാട്ട് അർത്ഥമാക്കുന്നത് കറുപ്പിനെ വെളുപ്പിനെ കുറിച്ചാണ്. നിങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കറുപ്പിനെ വെളുപ്പിനെ കുറിച്ചാണ്. കൊച്ചു ഇപ്പൊ 3ലാണ് പഠിക്കുന്നത്, ഞാനിപ്പോ 6ലാണ് പഠിക്കുന്നത്. എനിക്ക് 2ാം ക്ലാസ്സിൽ പറ്റിയ ഒരു സംഭവമാണ് ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. എന്റെ ക്ലാസ്സിലെ മിക്ക കുട്ടികൾക്കും വെളുത്തിട്ടായിരുന്നു. പക്ഷെ അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലപ്പോഴും അവർ വന്നിട്ട് ഇവളോട് പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ കറുത്തിട്ടാണ്, ഞങ്ങൾ ഇനി നിന്നോട് കൂട്ടുകൂടൂല എന്നൊക്കെ പറഞ്ഞ് എന്നെ കരയിപ്പിച്ചു. പലപ്പോഴായിട്ടും ഇതുപോലെ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ എന്തോ കാര്യം പറയാൻ വന്നപ്പോൾ അറിയാണ്ട് വായിൽ നിന്ന് പറഞ്ഞു. കൊച്ചു എത്രമാത്രം കരഞ്ഞെന്ന് ഞങ്ങൾക്കറിയാം. അവൾ എങ്ങനെ അടിച്ച് കരയുമായിരുന്നു. അമ്മ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് കറുപ്പിനും വെളുപ്പിനും ഒരു കാര്യമില്ലാണ്. ഞങ്ങൾ പറഞ്ഞു വന്നത് കറുപ്പിനും വെളുപ്പിനും ആരും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നിറം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൊന്നുമല്ല, മനസ്സിലും വാക്കുകളിലുമാണ്. അതുപോലെ എത്ര കുട്ടികളുണ്ടായിരിക്കും കൊച്ചുവിനെ പോലെ അവസ്ഥ വന്നിരിക്കുന്നവര്. ഏറ്റവും കൂടുതൽ നമ്മ അപമാനിക്കപ്പെടുന്നത് സ്കൂളിൽ നിന്നായിരിക്കാം. ജാതിയും മതവും കറുപ്പും വെളുപ്പും ഇപ്പോഴീ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവൾ വലുതാകുമ്പോഴും നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് വേടചേട്ടൻ ചേട്ടൻ്റെ പാട്ടുകളിലൂടെ പുറത്തു വിടുന്നത്. ഇതൊക്കെ മാറ്റാൻ തന്നെയാണ് ചേട്ടൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ നാട് നന്നാകും. ഈ കുട്ടികളിൽ തന്നെ ജാതി, മതം, കറുപ്പ്, വെളുപ്പ് എന്നിങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടിൽ നിന്നാണ് തന്നെ മാറ്റണം.